ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ വൈകി എണീക്കാറാണ് പതിവ്. അപ്പോൾ ഇന്ന് നേരത്തെ എണീറ്റത് എന്താണെന്നല്ലേ? അതിനൊരു കാരണമുണ്ട്. ആ കാരണം അറിയാൻ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിപ്പോൾ തന്നെ പറഞ്ഞാലേ നിങ്ങൾ ചെയ്യുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുളിച്ച് വന്ന് വിളക്ക് കൊളുത്തിയതിന് ശേഷം നമ്മുടെ അടുക്കളയിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് അടുക്കളയിലെ വിശേഷങ്ങൾ കണ്ടാലോ. അടുക്കളയിൽ കയറിയ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ചായക്ക് വെള്ളം വയ്ക്കലാട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഗ്യാസ് താഴെ ഓഫാക്കി വെക്കലുണ്ട് രാത്രിയൊന്നും. അപ്പോൾ അത് ഓണാക്കി ചായക്ക് വെള്ളം വെച്ചതിന് ശേഷം ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കാൻ പാത്രത്തിലാക്കി. അതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ മുട്ട പുഴുങ്ങിയിട്ട് ചപ്പാത്തിക്ക് ഒന്നല്ലെങ്കിൽ മുട്ടക്കറി അല്ലെങ്കിൽ ചിക്കനൊക്കെ ഉണ്ടാകുമ്പോൾ അധികം ചപ്പാത്തി ഉണ്ടാക്കാറുള്ളൂ. അത് രണ്ടേക്ക് പോവുള്ളൂ, എന്നാലേ അവർ കഴിക്കുള്ളൂ. ഞാൻ മുട്ടക്കറി ഉണ്ടാക്കൽ കുക്കറിലാണ് കേട്ടോ. കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആയിക്കിട്ടും ചെയ്യും, പിന്നെ ഗ്യാസ് ലാഭിക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ പറഞ്ഞതിന് ശേഷം ഉള്ളിയും തക്കാളിയും വഴറ്റിയതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാല ഇടും കേട്ടോ. ഇവിടെ നല്ല ഒന്ന് വഴറ്റുള്ളൂ, നല്ലോണം വഴറ്റിയെടുക്കില്ല. ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു പാത്രത്തിൽ എത്ര മുട്ട വേണമെച്ചാൽ ഞാൻ ഈ പാത്രത്തിൽ 2 അല്ലെങ്കിൽ 3 മുട്ടയോ കൊള്ളിക്കാറുള്ളൂ. അതതിൽ അത്രയേ കൊള്ളൂ. അപ്പോൾ 2 മുട്ട വെച്ചതിന് ശേഷം ഇങ്ങനെ കുക്കർ മൂടി വെച്ചിട്ട് 1 or 2 വിസിൽ മതി. അപ്പോഴത്തേക്ക് മുട്ടയും വെന്തിട്ട് നമ്മൾ ഉള്ളിയും തക്കാളിയും നല്ലോണം വയന്നും കിട്ടും. എന്നിട്ട് പിന്നെ കുക്കർ ഓഫാക്കി വയ്ക്കില്ല പതിവ്. അതിനുശേഷം നമ്മൾ അടുപ്പത്താണ് കേട്ടോ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തി കുഴച്ച് പുറത്ത് വന്ന് നോക്കിയപ്പോഴത്തേക്കും നേരം വെളുത്തിട്ടുണ്ടായിരുന്നേ. അതുവരെ അതിനുള്ളിൽ തന്നെ കടന്നിങ്ങനെ പണിയെടുക്കാമായിരുന്നല്ലോ. ഇപ്പോൾ പുറത്ത് വന്ന് നോക്കുമ്പോൾ നല്ലോണം വെളിച്ചം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുട്ടക്കറീൻ്റെ ആവിയൊക്കെ കളഞ്ഞ് മുട്ടയൊക്കെ പുറത്തേക്ക് വെച്ചിട്ട് അതിനിടയിൽ നമ്മൾ എണീറ്റൊന്ന് പോയി നോക്കിട്ടോ. മൂപ്പര് നല്ല ഉറക്കമാണേ. അതിന് ശേഷം മുറ്റടിക്കാൻ നിന്നപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ വറക്ക്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഈ വറകുമ്മേലാണ് പണി. അപ്പോൾ എൻ്റെ തമ്പ്ലൈന് കണ്ടല്ലോ, ചത്ത് പണിയെടുത്തൊരു ദിവസമാണെന്ന്. അപ്പോൾ അതിലൊരു ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഞാൻ നേരത്തെ എണീറ്റതും ഈ വറകൊക്കെ ഒന്ന് ലെവലാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ എനിക്ക് വൈകുന്നേരം ബാക്കി അടുക്കലും കാര്യങ്ങളും ചെയ്യാമല്ലോ. ഇനി കുറച്ചെണ്ണം കൂടി വെട്ടിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ മോൻ എണീറ്റ് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എടുക്കാമെന്ന് കരുതി. അങ്ങനെ മുറ്റടിച്ച് പകുതി ആയപ്പോഴേക്ക് മൂപ്പര് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള വീഡിയോസിൽ മൂപ്പരെയും കാണാം. മോൻ എണീറ്റ് വന്നാൽ ഉടനെ അവന് പല്ല് തേപ്പിച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൊടുക്കാനാണ് പതിവ് കേട്ടോ. ഇല്ലെങ്കിൽ അവന് പല്ല് തേക്കാതിരിക്കുകയാണെങ്കിൽ അവനെന്തെങ്കിലും മിഠായിയോ മറ്റെന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. അവന് പല്ല് തേച്ച് കഴിഞ്ഞാൽ അവന് അപ്പം തിന്നാനാണെന്നുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഇപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ട് വന്നുകൊണ്ട് അതുകൊണ്ട് പിന്നെ അവൻ അപ്പം കഴിച്ചതിന് ശേഷം ഞങ്ങൾ അലക്കാൻ പോകും. അലക്കിയതിന് ശേഷമുള്ളൂ അവനെ കുളിപ്പിക്കാറ്. ചെറുപ്പത്തിലൊക്കെ നേരത്തെ എണീറ്റ് പടെ കുളിപ്പിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. ഇപ്പോൾ അവന് എൻ്റെ കൂടെ എന്ത് പണിക്കും നിൽക്കുന്നതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കുളിപ്പിക്കാറില്ല. കാരണം എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം അവനെ കുളിപ്പിച്ചിട്ടുള്ളൂ ഞങ്ങൾ റൂമിലേക്ക് പോവുക. ഇപ്പോൾ ഈ കണ്ടല്ലോ, ഞാൻ എന്ത് പണി എടുക്കുകയാണെങ്കിലും മൂപ്പരുണ്ടാവും മുന്നിൽ. കാണുന്നവർ ഞാൻ കുട്ടീനെ കൊണ്ട് പണിയെടുപ്പിക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. അത് സാധാരണ അവൻ അങ്ങനെ തന്നെ. ഞാൻ എന്ത് പണിയെടുക്കുകയാണെങ്കിലും അവൻ എൻ്റെ കൂടെ ഉണ്ടാവും. നമ്മളെത്ര വേണ്ടാന്ന് പറഞ്ഞാലും അവനെ കേൾക്കില്ല. ഇപ്പോൾ 2 വയസ്സും 3 മാസമായിട്ടുള്ളൂ. പക്ഷെ അവന് ഇനിയിപ്പോൾ ഈ ഇത് നിൽക്കണ്ട, ഇനി മുറ്റടിച്ച് വരികയാണെങ്കിലും അലക്കുകയാണെങ്കിലും എന്തിനാണെങ്കിലും അവൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പണിയെടുപ്പിക്കുകയാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് കേട്ടോ. ഇത്രയാണ് നമുക്ക് ഇനിയുള്ള വറക്കെന്ന് പറയണത്. ഇനി ബാക്കിയുള്ള ഈ പൊടിയും വേസ്റ്റും കാര്യങ്ങളൊക്കെ വൈകുന്നേരം കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് ഫാൻ്റെ ചോട്ടിൽ വന്നിരിക്കണമെങ്കിൽ ആകെ വിയർത്ത് കുളിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ എണീറ്റതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നൊരു കല്യാണമുണ്ട്. അപ്പോൾ എനിക്ക് ആ വറകൊന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം വേണം കല്യാണത്തിന് പോകാൻ. കല്യാണത്തിന് പോയി വന്നിട്ട് വേണം ഇനി വറകൊന്ന് അടുക്കി വെക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ ഇവിടെ ചെമ്മാനൂർ ലവ്ലൈൻ ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ അത് എൻ്റെ വേങ്ങൂരാണ് എൻ്റെ വീട്. അപ്പോൾ ആ വീട്ടിലെ അടുത്ത അയൽവാസികളാണ്, മുസ്ലിംസാണ് കേട്ടോ. മുസ്ലിങ്ങളുടെ കല്യാണമാണ്. അപ്പോൾ അവിടെ കാവേരി റൈസും ചില്ലിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനതാണ് കഴിച്ചത്. ഹസ്ബൻഡ് ബീഫ് ബിരിയാണിയാണ് കഴിച്ചത് കേട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്ക് 2-2:30 ആയിരുന്നു. അപ്പോൾ പിന്നെ അവന് ഉറങ്ങിയതിന് ശേഷം എൻ്റെ അടുത്ത പണി വീണ്ടും തുടങ്ങി കേട്ടോ.
ഇനി ഞാൻ പെട്ടെന്ന് 3-3:30 തന്നെ ഞാൻ എൻ്റെ പണി തുടങ്ങി. കാരണം അവൻ എണീച്ചാൽ അവൻ ഇതിൻ്റെ കൂടെ പിന്നെയും നിൽക്കും. അപ്പോൾ പിന്നെ കാണുന്നവർക്കും എടുക്കുന്നവർക്കും എനിക്കൊരു ബുദ്ധിമുട്ടല്ല, കാരണം അവന് എടുക്കുന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഒന്ന് എണീക്കണേന് മുന്നേ തന്നെ അതൊക്കെ ഒന്ന് കഴിയണേ വിചാരിച്ചിട്ട് ഞാൻ വേഗം വേഗം നോക്കി തന്നെ കേട്ടോ ചെയ്തത്. പിന്നെ വെയിലാണല്ലോ, അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴക്കാറുണ്ട്. അപ്പം മഴ പെയ്താലോ വിചാരിച്ചിട്ടാണ് നേരത്തെ എണീറ്റിട്ടാണ് ചെയ്യണത് കേട്ടോ. എന്തിനു പറയണേ, ഇന്നൊരു റെസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം എന്ന് പറയണത്. സൺഡേ ഒരുവിധം കഴിയുകയാണെങ്കിൽ ഒരു പണി ഉണ്ടാവാറില്ല, കാരണം അവരും ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ ജോലിക്ക് സൺഡേ പോവാറില്ല. അപ്പോൾ വലിയ റിസ്ക് ഇല്ലാത്ത പരിപാടികളെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇന്നത്തെ സൺഡേ ഭയങ്കര ബുദ്ധിമുട്ടല്ല, ചത്ത് പണിയെടുത്തൊരു ദിവസമായി. സാധാരണ മോനൊരു 1 മണിക്കൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ 4-4:30 ആകുമ്പോൾ എണീക്കും കേട്ടോ. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവന് 2:30 കഴിഞ്ഞിട്ടാണ് അവിടുന്ന് വന്ന് 2:30 കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത് തന്നെ. അപ്പോൾ പിന്നെ ഇപ്പോൾ എണീക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത്. എന്നാലും വേഗം പണി ഒരുക്കിയതിന് ശേഷം മൂപ്പര് എണീറ്റാൽ മതി വിചാരിച്ച് നിൽക്കുന്നു കേട്ടോ. ഒരിക്കൽ കൂടി ഒരു കാര്യം പറയുകയാണേ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വിറകൊക്കെ അടുക്കി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഈ വേസ്റ്റ് ഒന്ന് കത്തിക്കണം. അപ്പോൾ അത് കത്തിക്കണമെങ്കിൽ അവിടെ ഒരുപാട് ചപ്പും ചവറുകളും പിന്നെ കുറച്ച് പുല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റാക്കി അതിലേക്ക് കൂട്ടിയിട്ട് കത്തിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടോ. ഒരു പണി എടുത്താൽ അടുത്ത പണി കാണുമ്പോൾ എനിക്കത് എടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് ഓരോന്ന് കഴിയുമ്പോൾ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ അതെടുത്തില്ലെങ്കിൽ ഒരു മനസ്സുമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസമായി പുല്ല് കാണുന്നു, എടുക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ ഞാനവിടെ ഒരുപാട് എന്താ പറയുക കവുങ്ങിൻ്റെ കൊണ്ട് അവിടെ ഒന്ന് വൃത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് അവിടെയും കൂടി ഒന്ന് അടിച്ച് വാരിയിട്ട് ഇതിലേക്ക് കൂട്ടിയിട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.